നമസ്കാരം, പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവാസ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. 32 പേർ കൂടി ഗൾഫിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ മരിച്ചു. ഇതോടെ മരണസംഖ്യ 1004 ആയി. 6000-ലേറെ പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1,12,000 കടന്നിരിക്കുകയാണ്. സൗദിയിലാണ് ഏറ്റവും കൂടുതൽ മരണം. 17 പേരാണ് ഇന്നലെ മാത്രം മരിച്ചത്. ഇതോടെ രാജ്യത്തെ മരണസംഖ്യ 458 ആയി. കുവൈറ്റിൽ 9-ഉം UAE-യിൽ 2-ഉം ഖത്തറിൽ 3-ഉം ഒമാനിൽ 1-ആളുമാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത്. മരണസംഖ്യ 1000 കടന്നതോടെ ഇളവുകൾ അനുവദിച്ച രാജ്യങ്ങളും മുൻകരുതൽ നടപടികൾ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ്. രോഗികളുടെ എണ്ണവും കുത്തനെ ഉയർന്ന സാഹചര്യം തന്നെയാണുള്ളത്. ബഹ്റൈൻ, ഒമാൻ ഉൾപ്പെടെ രോഗവ്യാപനം കുറഞ്ഞ രാജ്യങ്ങളിലും പുതിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധന രൂപപ്പെട്ടത് ആശങ്ക ഉയർത്തുകയാണ്. ഒമാനിൽ 811-ഉം ബഹ്റൈനിൽ 360-ഉം പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 1992 പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഖത്തറിൽ രോഗികളുടെ എണ്ണം 53,000-ലെത്തി. UAE-യിൽ 638-ഉം കുവൈറ്റിൽ 1072-ഉമാണ് പുതിയ രോഗികളുടെ എണ്ണം. അതേസമയം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗവിമുക്തി കൈവന്ന ദിവസം കൂടിയാണ് ഇന്നലെ. ഗൾഫിൽ മൊത്തം രോഗം മാറിയവരുടെ എണ്ണം 1,10,000 കടന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വൈറസ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ നിരവധി മലയാളികളാണ് ഇതുമൂലം മരണത്തിന് കീഴടങ്ങുന്നത്. ദിനംപ്രതി മലയാളികളുടെ മരണം രേഖപ്പെടുത്തുകയുമാണ്. ഗൾഫിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ 8 മലയാളികളാണ് മരിച്ചത്. സൗദിയിൽ മാത്രം 5 മലയാളികളാണ് മരിച്ചത്. ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 151 ഉയർന്നു. ചാർട്ടേഡ് വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ അനുമതി. ചാർട്ടേഡ് വിമാനങ്ങൾക്ക് ഇന്ത്യ അനുമതി നൽകിയതോടെ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളികൾ പ്രതീക്ഷയിലാണ്. ചാർട്ടേഡ് വിമാന സർവീസുകൾ സംബന്ധിച്ചുള്ള അവ്യക്തതകൾ നീക്കി വ്യോമയാന മന്ത്രാലയം കഴിഞ്ഞ ദിവസം ചട്ടങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് തുടങ്ങിയിരുന്നു. 3 ദിവസങ്ങൾക്കിടെ 9 ചാർട്ടേഡ് വിമാനങ്ങളിൽ 1568 പേരെ ഇന്ത്യയിലെത്തിച്ചതായി UAE-യിലെ ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്യുകയുണ്ടായി. അഹമ്മദാബാദ്, അമൃത്സർ, വാരണാസി എന്നിവിടങ്ങളിലേക്ക് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ 564 പേരാണ് യാത്ര ചെയ്തത്. ചാർട്ടർ വിമാനങ്ങൾക്ക് അനുമതി ലഭിച്ചതോടെ UAE-യിലെ മലയാളികൾ നാട്ടിലെത്താനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലോക്ക്ഡൌൺ മൂലം വിദേശങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് അടിയന്തരമായി പ്രവാസികളെ എത്തിക്കുന്ന വന്ദേ ഭാരത് മിഷനിൽ വ്യാപക ക്രമക്കേട് നടന്നതായി റിപ്പോർട്ട്. പണമടച്ചിട്ടും ടിക്കറ്റ് ലഭിക്കാതെയും ഒപ്പം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും എത്തിച്ചേരാൻ കഴിയാതെയും ഒത്തിരിയേറെ പേരാണ് കുടുങ്ങിയിരിക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അടക്കം നിരവധി പേരാണ് ഇപ്പോഴും നാട്ടിലെത്താൻ കഴിയാതെ ആശങ്കയിൽ കഴിയുന്നത്. അതേസമയം എംബസിയിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നമോ മറ്റു മുൻഗണനാ കാര്യങ്ങളോ കാണിക്കാത്തവർക്കും കഴിഞ്ഞ ദിവസങ്ങളിലെ വിമാനങ്ങളിൽ ഇടം കിട്ടിയിട്ടുമുണ്ട്. ടിക്കറ്റ് നൽകാതെ വട്ടം ചുറ്റിക്കുന്ന കലാപരിപാടിയും തുടരുന്നതായി വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. വ്യാഴാഴ്ച സലാലയിൽ നിന്ന് കണ്ണൂരിനുള്ള വിമാനത്തിൽ 4 അംഗ കുടുംബത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ഒരാൾക്കുള്ള ടിക്കറ്റ് മാത്രമാണ് അനുവദിച്ചത്. ഇതേ തുടർന്ന് സാമൂഹിക പ്രവർത്തകർ എംബസിയിലും എയർ ഇന്ത്യ ഓഫീസിലും ബന്ധപ്പെട്ട ശേഷം വ്യാഴാഴ്ച രാവിലെയാണ് മറ്റ് 3 പേർക്കുള്ള ടിക്കറ്റ് അനുവദിച്ചത്. നിയന്ത്രണങ്ങളിൽ ഇളവ്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനെ തുടർന്ന് ദുബായിൽ ബീച്ചുകളും പ്രധാന പാർക്കുകളും ദുബായ് ഫ്രെയിമും തുറന്നു. ജുമൈറ ബീച്ച് റെസിഡൻസ്, മംസാർ, ജുമൈറ, ഉംസുഖൈം ബീച്ചുകൾ, പ്രധാന പാർക്കുകൾ എന്നിവിടങ്ങളിലാണ് പ്രവേശനം അനുവദിച്ചത്. നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം കൂടുതൽ സംവിധാനങ്ങളോടെയാണ് പാർക്കുകൾ തുറക്കുന്നത്. പാർക്കുകളിലും ദിവസവും അണുനശീകരണം നടത്തും. മേൽനോട്ടത്തിന് പ്രത്യേക പരിശീലനം നൽകിയ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുകയും വേണം. ചാർട്ടേഡ് വിമാന സർവീസ്. കോൺസുലേറ്റിന്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. വിവിധ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കുമാണ് ചാർട്ടേഡ് വിമാന സർവീസ് നടത്താൻ അനുമതിയുള്ളത്. ഇതിന് കേന്ദ്ര സർക്കാരിന്റെയും സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെയും അനുമതി നേടണം. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ കുറച്ച് വിമാനങ്ങൾക്ക് മാത്രമേ അനുമതി നൽകൂ. യാത്രാ ചെലവും യാത്രക്കാരുടെ 7 ദിവസത്തെ ക്വാറന്റൈൻ ചെലവും സ്ഥാപനങ്ങളും സംഘടനകളും വഹിക്കണം. കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ ഇത്തരം വിമാനത്തിൽ സഞ്ചരിക്കാൻ അനുവദിക്കുകയുള്ളൂ. ചാർട്ടേഡ് വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും എല്ലാ വിവരങ്ങളും കോൺസുലേറ്റ് ജനറൽ ഓഫീസിലെ ഇമെയിലിൽ അയക്കണം. ഇത് പരിഗണിച്ച ശേഷമായിരിക്കും അനുമതി നൽകുന്നതെന്നും കോൺസുലേറ്റ് അറിയിക്കുകയുണ്ടായി. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അനുമതിക്ക് പുറമെ സിവിൽ ഏവിയേഷന്റെ കൂടി അനുമതി തേടണമെന്ന് ഇന്ത്യൻ കോൺസൽ നീരജ് അഗർവാൾ പറയുകയുണ്ടായി.
സൗദിയിൽ പള്ളികൾ തുറക്കുന്നു. സൗദി അറേബ്യയിൽ മക്ക ഒഴികെയുള്ള എല്ലാ മുസ്ലിം പള്ളികളും ഞായറാഴ്ച മുതൽ വിശ്വാസികളെ സ്വീകരിക്കുന്നതായിരിക്കും. 40% പേർക്ക് മാത്രമാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. 1 ലക്ഷത്തോളം പള്ളികളാണ് സൗദിയിൽ ആകെയുള്ളത്. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി മാസങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്നു ആരാധനാലയങ്ങൾ. വൈറസ് ബാധ പൂർണ്ണമായും പ്രതിരോധിക്കാനായില്ലെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുപോകാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. വിശ്വാസികൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് ഭരണാധികാരികൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊറോണ ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി മരിച്ചതായി റിപ്പോർട്ട്. മലപ്പുറം നിലമ്പൂർ വഴിക്കടവ് സ്വദേശി പുതിയത് മുഹമ്മദ് എന്ന കുഞ്ഞുവാണ് മരിച്ചത്. 52 വയസ്സാണ്. കോവിഡ് ബാധിച്ച് ജിദ്ദയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് 4 ദിവസം മുമ്പാണ് ഇദ്ദേഹത്തെ മഖ്ജർ കിങ് അബ്ദുൽ അസീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവിടെ ചികിത്സയിൽ കഴിയവേ മരണം സംഭവിക്കുകയായിരുന്നു. ജിദ്ദ സനയയിൽ ടിഷ്യൂ പേപ്പർ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. ഖത്തറിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങൾ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി വിവിധ സംഘടനകൾ ഖത്തറിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങൾക്കായി സജീവമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തരം വിമാന സർവീസ് നടത്താൻ വിവിധ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാർ തത്വത്തിൽ അനുമതി നൽകി കഴിഞ്ഞു. ഇതോടെയാണ് പ്രതീക്ഷകൾക്ക് ചിറകുമുറിച്ചിരിക്കുന്നത്. KMCC ഖത്തറിൽ നിന്ന് ചാർട്ടേഡ് വിമാന സർവീസ് നടത്തുമെന്നും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിച്ചതായും സംസ്ഥാന പ്രസിഡന്റ് SAM ബഷീർ അറിയിക്കുകയുണ്ടായി. രോഗികൾ, ഗർഭിണികൾ, തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നാട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, സന്ദർശന വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ പോകാൻ കഴിയാത്തവർ, മുതിർന്ന പൗരന്മാർ, അവധി കിട്ടിയിട്ടും നാട്ടിലേക്ക് പോകാൻ കഴിയാത്തവർ, ദീർഘകാല അവധിയുള്ളവർ, സ്വമേധയാ തിരികെ പോകാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങിയവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മുൻഗണന നൽകുകയും ചെയ്യും. നിയമാനുസൃതമായ രേഖകളുള്ളവരും ഖത്തർ നിയമപ്രകാരം യാത്രകൾക്ക് വിലക്കില്ലാത്തവരും മാത്രമേ രജിസ്റ്റർ ചെയ്യേണ്ടതുള്ളൂ. ദുബായിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി. ചാർട്ടേഡ് വിമാനങ്ങൾക്ക് ഇന്ത്യൻ അധികൃതർ അനുമതി നൽകി തുടങ്ങിയതോടെ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളികളിൽ പ്രതീക്ഷ ഏറിയിരിക്കുകയാണ്. നിലവിൽ ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്തിയതെല്ലാം ഉത്തരേന്ത്യയിലേക്കാണ്. ചാർട്ടേഡ് വിമാനങ്ങൾ സംബന്ധിച്ച് മുൻപുണ്ടായ ചില അവ്യക്തതകൾ നീക്കി കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രാലയം ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾക്ക് അനുബന്ധമായി ഇന്നലെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 9 ചാർട്ടേഡ് വിമാനങ്ങളിലായി 1568 പേരെ ഇന്ത്യയിൽ എത്തിച്ചതായി ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ഇന്ന് കേരളത്തിലേക്ക് 181 പ്രവാസികളാണ് എത്തിച്ചേർന്നത്. പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വന്ദേ ഭാരത് ദൗത്യത്തിന്റെ 3ാം ഘട്ടത്തിൽ ബഹ്റൈനിൽ നിന്നുള്ള 3ാം വിമാനം ഇന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടും. വൈകിട്ട് 4:10 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെടുക. 4 കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 181 പേരാണ് ഈ വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിച്ചേരുന്നത്. 3ാം ഘട്ടത്തിൽ 5 വിമാനങ്ങളാണ് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത്. ഇതിൽ കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമുള്ള ഓരോ വിമാനങ്ങൾ ഇതിനോടകം തന്നെ യാത്രക്കാരെ നാട്ടിലെത്തിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ച കൊച്ചിയിലേക്കും ചൊവ്വാഴ്ച കോഴിക്കോട്ടേക്കുമാണ് അടുത്ത വിമാനങ്ങൾ ഉള്ളത്. കോവിഡ് ബാധിച്ച് കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ഖബറടക്കി. കോവിഡ് ബാധിച്ച് കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ മരിച്ച മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശി ഇല്യാസ്, കൊണ്ടോട്ടി മുതുവല്ലൂർ സ്വദേശി പറശ്ശേരി ഉമർ, മങ്കട രാമപുരം സ്വദേശി അബ്ദുസ്ലാം, അഞ്ചുകണ്ടി തലക്കൽ, കൊല്ലം പുനലൂർ സ്വദേശി ഷംസുദ്ദീൻ എന്നിവരുടെ മൃതദേഹങ്ങൾ ഖബറടക്കി. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരെ ഖബറടക്കുന്ന ജിദ്ദ നഗരത്തിന് സമീപമുള്ള ദഹ്ബാൻ മഖ്ബറ ജദീദിലായിരുന്നു ഇവരുടെ ഖബറടക്കം. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിംഗ് ചെയർമാൻ ജലീൽ ഒഴുകൂർ, മുഹമ്മദ് കുട്ടി പാണ്ടിക്കാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയത്. ജിദ്ദ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബൂബക്കർ അരിമ്പ്ര, വൈസ് പ്രസിഡന്റ് VP മുസ്തഫ PK, അലി അക്ബർ, നാസർ ഒളവട്ടൂർ, ലത്തീഫ് വയനാട്, ഹാരിഫ് ബാബു എന്നിവരും മയ്യത്ത് നമസ്കാരത്തിനും ഖബറടക്കത്തിനും നേതൃത്വം നൽകുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.